മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് പരീക്ഷയൊക്കെ അടുത്തു. ഇനി വളരെ കുറച്ച് നിമിഷങ്ങളൊക്കെ മാത്രമേ നമുക്ക് പരീക്ഷയിലേക്ക് ബാക്കിയുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് മലയാളം ഫസ്റ്റ് ആണ്. അപ്പൊ മലയാളം ഫസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിടാ. ഏത് പാഠഭാഗം? ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം. അപ്പൊ എന്താ ഈ പാഠത്തിൽ പറയുന്നത് അല്ലെ? ഇതിന് എന്താ ചോദ്യം വരിക? എന്തിനെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നത്? കഥയാണോ, നോവലാണോ, കവിതയാണോ? അപ്പൊ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഉപകാരപ്രദമാവണം. നിങ്ങൾ അല്ലെ, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ പാഠഭാഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെ, അത്തരം പാഠഭാഗങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? മക്കൾ കമന്റ് ചെയ്യണം. അപ്പൊ ടീച്ചർ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ മക്കൾക്ക് അയച്ചു തരും. അപ്പൊ നമുക്ക് ഏതാണ്? ധർമ്മിഷ്ഠനായ രാധേയൻ അല്ലെ. അപ്പൊ ആരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം? കർണൻ അല്ലെ. കർണനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് കർണൻ അല്ലെ? ആരാണ് കർണൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സത്യത്തിൽ എന്ത്? ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം. ഓക്കെ, അപ്പൊ നമുക്കറിയാം മഹാഭാരത യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മഹാഭാരതം അല്ലെങ്കിൽ രാമായണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എപ്പിക്കുകളിൽ, ലോക ക്ലാസിക് കൃതികളിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് എപ്പിക്കുകളാണ്, ഇതിഹാസ കൃതികളാണ് അല്ലെ. അപ്പൊ നമ്മളൊക്കെ അവയെ പഠിക്കുന്നത് എങ്ങനെയാണ്? ലിറ്ററേച്ചറായി, സാഹിത്യമായിട്ടാണ് നമ്മൾ അതിനൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഈ കർണനും അർജുനും ഒക്കെ നമ്മളുടെ കഥാപാത്രങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ എങ്ങനെയാണ് പാഠപുസ്തകത്തിൽ അതിനെ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്? ഒരു സാഹിത്യ കൃതിയായിട്ട് പഠിക്കുക അല്ലെ. അതോടൊപ്പം എന്താണ്, ഇതൊക്കെ അതിലുള്ള കഥാപാത്രങ്ങളുമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ കർണൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കേട്ടോ. അപ്പൊ ആരാ കർണൻ? കർണൻ എങ്ങനെയാ ജനിച്ചിരിക്കുന്നത് അല്ലെ? ആ കർണന്റെ ജനനത്തെ കുറിച്ചും ആരാണ് കർണൻ എന്നൊക്കെ എന്ത് ചെയ്യാണ് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ആരാ പറയുന്നത്? കൃഷ്ണനാണ് അത് പറയുന്നത് അല്ലെ. അപ്പൊ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യാണ്? മനഃശാസ്ത്രപരമായിട്ട് അല്ലെ, മനഃശാസ്ത്ര സംഗീതത്തിന് വിധേയമാക്കിക്കൊണ്ട് പുതിയ വീക്ഷണകോണിലൂടെ, അതായത് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ എന്ത് ചെയ്യാണ് ഈ കഥാപാത്രങ്ങളൊക്കെ കണ്ട് വിശകലനം ചെയ്തിട്ടുള്ള ഒരു നോവലാണ് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവൽ ഭാഗം. അതിലുള്ള ഒരു ഭാഗമാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അല്ലെ, ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ മക്കൾ നോക്കൂ, ആരാണ് കർണൻ എന്ന് നമുക്ക് അറിയണം. അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ആരെയാണ്? കുന്തി ദേവി അല്ലെ. കുന്തി ഭോജന്റെ വളർത്തുപുത്രിയാണ് ആര്? കുന്തി ദേവി. കുന്തി ദേവിയാണ് ആരുടെ അമ്മ? കർണന്റെ അമ്മ. ഓക്കെ, കർണന്റെ അമ്മ. കർണന്റെ മാത്രാണോടാ? കർണന്റെ മാത്രം അമ്മയാണോ? അല്ല. ആരുടെ കൂടെയാണ്? പാണ്ഡവരുടെ കൂടെ അമ്മയാണ്. പാണ്ഡവരുടെ കൂടെ അമ്മയാണ്. അപ്പൊ മഹാഭാരത യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? പാണ്ഡവർ തമ്മിലും കൗരവർ തമ്മിലുമാണ്. കൗരവർ, പാണ്ഡവരും കൗരവരും തമ്മിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പോ കൗരവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 അല്ലെ, യുധിഷ്ഠിരൻ ദുര്യോധനൊക്കെ വരുന്ന ഭാഗമാണ് കൗരവരുടേത്. പാണ്ഡവര് ആരൊക്കെയാണ്? അർജുനുണ്ട്, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ അല്ലെ. അപ്പൊ കൃഷ്ണനൊക്കെ ആരുടെ ഭാഗത്താണ്? പാണ്ഡവരുടെ ഭാഗത്താണ്. അപ്പോ കർണനോട് കൂടെ ആരുടെ കൂടെ ചേരണം? പാണ്ഡവരുടെ കൂടെ ചേരണം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളുടെ പാഠഭാഗം. അപ്പൊ വെറുതെ വന്ന് പറയല്ല കർണന്റെ അടുത്ത് എന്ത്, നീ പാണ്ഡവരുടെ കൂടെ ചേരണം അല്ലെ. ഭയങ്കര ശക്തിയുള്ള കവചകുണ്ടലങ്ങളൊക്കെ ഉള്ള, യുദ്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ തോൽപ്പിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള ആളാണ് ആര്? കർണൻ. അപ്പൊ കർണൻ എന്ത് ചെയ്യാണ്? യുദ്ധത്തിന് ക്ഷണിക്കാൻ വേണ്ടി അല്ലെ, തങ്ങളുടെ പക്ഷത്ത് നിൽക്കണം എന്ന് പറയാൻ വേണ്ടി കൃഷ്ണൻ വരികയാണ്. അപ്പൊ വെറുതെ വരികയല്ല, കർണന്റെ ജന്മരഹസ്യം കൂടെ ആര് വെളിപ്പെടുത്തുകയാണ്? കൃഷ്ണൻ ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ എന്താ ജന്മരഹസ്യം അല്ലെ? കർണനെ എങ്ങനെയാണ് വിളിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കുന്തി ദേവി അല്ലെ ആരുടെ അമ്മയാണ്? പാണ്ഡവരുടെ അമ്മയാണ്. അപ്പൊ കുന്തി ദേവി കുന്തി ഭോജൻ എന്ന് പറയുന്ന രാജാവിന്റെ വളർത്തുപുത്രിയായിരുന്നു. അപ്പൊ ഒരിക്കല് കുന്തി ഭോജന്റെ കൊട്ടാരത്തില് ദുർവാസാവ് മഹർഷി, ഒരുപാട് കഴിവൊക്കെ ഉള്ള അല്ലെ, പെട്ടെന്ന് ദേഷ്യമൊക്കെ പിടിക്കുന്ന ഒരു മഹർഷിയായിരുന്നു ദുർവാസാവ്. അപ്പൊ പ്രായമുള്ള ഒരാൾ വീട്ടിലൊക്കെ വന്നപ്പോ കുന്തിദേവി അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആ മഹർഷിയെ പരിചരിക്കുകയാണ്. അതായത് മഹർഷിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പ്രായമായ ആളാണ്. അപ്പൊ അങ്ങനെ അല്ലെ, ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നു. അപ്പൊ ദുർവാസാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കുട്ടി, നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടി, അങ്ങനെ അല്ലെ, ഉള്ള പെൺകുട്ടികളൊക്കെ സാധാരണ ആളുകൾക്ക് ഇഷ്ടാവുമല്ലോ അല്ലെ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ആര്? കുന്തിദേവി. നല്ല പരിചരണം, നല്ല സംസാരം, നല്ല
ബഹുമാനം. അപ്പൊ എന്ത് ചെയ്യാണ് ദുർവാസാവ് എന്ത് ചെയ്യുന്നു, 5 മന്ത്രങ്ങൾ നൽകുകയാണ്. ആർക്ക്? കുന്തി ദേവിക്ക്. എന്താ മന്ത്രം എന്നറിയാമോ? ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഏത് ദേവനെയാണോ സ്വീകരിക്കുന്നത് ആ ദേവനയിൽ സന്താന ഭാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് മന്ത്രം, അല്ലെ? എന്തൊരു അടിപൊളി മന്ത്രമാണ് അല്ലെ? അപ്പൊ ഒരു ദിവസം രാവിലെ എണീച്ച് കുന്തി ദേവി ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കാണ്. അപ്പൊ ദുർവാസാവ് പറ്റിച്ചാണോ, അല്ലെ ഇത് വല്ല ചൈനീസ് മന്ത്രങ്ങാനാണോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കുന്തി ദേവി പരീക്ഷിച്ച് നോക്കണം, അല്ലെ? ചൈനീസ് കളിപ്പാട്ടങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തയെ പോകില്ല. അപ്പൊ ഇത് തട്ടുപൊളിപ്പനാണോ അല്ലെങ്കിൽ ഇത് ഉള്ള തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കുന്തി ദേവി മന്ത്രം പരീക്ഷിക്കുകയാണ്. ആരെ വിളിച്ചിട്ട്? സൂര്യഭഗവാനെ വിളിച്ചിട്ടില്ലേ? സൂര്യഭഗവാൻ ഇതാ വരുന്നു മന്ത്രം വിളിച്ചപ്പോ താഴത്ത്. അപ്പൊ സൂര്യഭഗവാനിൽ നിന്ന് കവചകുണ്ഡലധാരിയായിട്ടുള്ള, അല്ലെ, പെട്ടെന്നൊന്നും മരണപ്പെടില്ല കവചകുണ്ഡലങ്ങളൊക്കെ ഉള്ളപ്പോ. ജന്മനാ അങ്ങനെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന കവചകുണ്ഡലങ്ങളോട് ചേർന്ന് ജനിച്ചവനാണ് ആര്? കർണൻ എന്ന് പറയുന്ന കുട്ടി കേട്ടോ. അപ്പൊ കുന്തിദേവി ആകെ പ്രയാസപ്പെട്ടില്ലേ? കന്യകയല്ലേ, കന്യകമാര് പ്രസവിക്കാൻ പാടുമോ? കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാണ്, കുന്തിദേവിക്ക് ആകെ കൂടെ സങ്കടം വന്നടാ. അപ്പൊ കുന്തിദേവി എന്ത് ചെയ്തു, വേഗം ഇതിനെ ഒരു പെട്ടിയിലാക്കി, പേടകത്തിലാക്കി ഒരു കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കിക്കളയാണ്, നദിയിൽ ഒഴുക്കിക്കളയുന്നു. അപ്പൊ അങ്ങനെ അധിരഥൻ എന്നു പേരായ ഒരു തേരാളിക്ക് ആരും ലഭിക്കാണ്, ഈ കുഞ്ഞിനെ ലഭിക്കാണ്. അദ്ദേഹം ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, സ്വന്തം കുഞ്ഞായിട്ട് വളർത്താണ് കേട്ടോ. കവചകുണ്ഡലങ്ങളോട് ജനിച്ചവനായതുകൊണ്ട് അവന് കർണൻ എന്ന പേരാണ് ആര് നൽകുന്നത്? അധിരഥൻ നൽകുന്നത്. വളർത്തമ്മ ആരാണ്? രാധയാണ്. അതുകൊണ്ട് രാധേയൻ, രാധയാൽ വളർത്തപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, രാധേയൻ എന്ന പേരിലും ആരറിയപ്പെടുകയാണ്? നമ്മുടെ കർണൻ അറിയപ്പെടുകയാണ് കേട്ടോ. തേരാളിയുടെ മകനായി വളർന്നതുകൊണ്ട് സൂതപുത്രൻ എന്ന പേര് മാർക്കുണ്ട്, കർണനുണ്ട്, സൂതപുത്രനുണ്ട്. അപ്പൊ ഇങ്ങനെ തേരാളിയുടെ സൂതപുത്രനായിട്ട് വളർന്നുകൊണ്ട് പലതരത്തിലുള്ള, ഇപ്പൊ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആയോധന കല ഇതൊന്നും പഠിക്കാനൊന്നും ആർക്ക് കഴിഞ്ഞിട്ടില്ല. കർണൻ ഒരുപാട് അവഹേളനകളും ഒരുപാട് മാറ്റി നിർത്തലുകളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ആര് വളർന്നു വന്നത്? കർണൻ വളർന്നു വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കർണൻ എന്ത് ചെയ്യാണ്, കർണൻ ആരുടെ സുഹൃത്താണ്? ദുര്യോധനന്റെ സുഹൃത്താണ്, കൗരവരുടെ സുഹൃത്താണ്. അപ്പൊ യുദ്ധത്തിൽ കൗരവരുടെ പക്ഷത്ത് ആര് നിൽക്കും? കർണൻ നിൽക്കും എന്നറിഞ്ഞപ്പോ ആര് വരികയാണ്? കൃഷ്ണൻ വരികയാണ്, അല്ലെ? അതാണ് പാഠഭാഗം, അല്ലെ? കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, രഥത്തില് കർണനെയും കയറ്റി ഇങ്ങനെ പോവാണ്. എന്നിട്ട് എന്താണ് പാഠഭാഗത്തിൽ പറയുന്നത് നോക്കാം. ജനശൂന്യമായ വനഹൃദന്തത്തിലെത്തിയപ്പോ ധാരുകൻ ഗതി മന്ദീഭവിപ്പിച്ച രഥം പിന്നെയും സാവകാശമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി, അല്ലെ? അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തു, ദാരുകൻ രഥത്തിന്റെ വേഗത വളരെ പതുക്കെയാക്കി, അല്ലെ? വളരെ പതുക്കെ ആക്കിയിട്ടു കൃഷ്ണൻ പറഞ്ഞു എന്ത്, വീണ്ടും, അല്ലെ, മെല്ലെ മെല്ലെ പോയാൽ മതി എന്ന് പറയാണ്, അല്ലെ? രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി. ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്ദനം പ്രപഞ്ചവിധാനത്തിൽ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥലിയെ ശോകഭരിതമാക്കി. പറക്കാനുള്ള ത്വരയ്ക്ക് നിയന്ത്രണത്തിന്റെ ആഘാതമേറ്റ വാജികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീപസ്ഥമായ പച്ചിലത്തഴുപ്പുകൾ ആർദ്രതയാൽ അപ്പോൾ വിറയ്ക്കുകയും ചെയ്തു. വലതുപാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണന്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട്, അല്ലെ, പതിഞ്ഞ ഫലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു, അല്ലെ? അപ്പൊ കർണന്റെ ജന്മരഹസ്യം പറയാൻ വേണ്ടി ഉൾക്കാടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആരുമില്ലാത്ത വിജനമായ സ്ഥലം, അവിടെ കുതിരയുടെ കുളമ്പടി ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ വെച്ച് കർണന്റെ കൈകൾ വീണ്ടും എടുത്ത് കൃഷ്ണൻ പറയാണ്, അല്ലെ? പാഠഭാഗത്ത് കൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത ഒരു ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, അത്രയും ഭീകരമായിട്ടുള്ളൊരു രഹസ്യമാണ്, അല്ലെ? അതായത് കർണനെ അനുനയിപ്പിച്ച് കർണന്റെ ജന്മരഹസ്യം അംഗീകരിപ്പിക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്, അല്ലെ? കൃഷ്ണന്റെ ശ്രമം ആ രഹസ്യത്തെ സംബന്ധിച്ച സൂചനകൾ ആർക്ക് നൽകുന്നു? കർണൻ നൽകാൻ. എന്തോ ഭീകരമായിട്ടുള്ള കാര്യമാണ് കൃഷ്ണന് പറയാൻ പോകുന്നത്, അല്ലെ, എന്ന് ആർക്ക് മനസ്സിലാവുന്നു? കർണന് മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ കർണ, അല്ലെ? നീ ആരല്ല, സൂതവംശജനല്ല, അല്ലെ? സൂതനായ അധിരഥന്റെ പുത്രനുമല്ല നീ. ആരാണ് നീ? രാധേയൻ എന്നറിയുന്ന നീ രാധയുടെ മകൻ അല്ലെന്നും അറിയണം. അപ്പൊ ജന്മരഹസ്യം പറയാണ്, അല്ലെ? നീ സൂതപുത്രനൊന്നുമല്ല, നീ രാധയുടെ മോനുമല്ല. നീ ആരാണ്? അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച കാനീനനാണ് നീ, അല്ലെ? വിശ്വൈക വീരനായ കർണൻ, കൗന്ധേയനായ നീ വൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സുജനമാണ്. നീ യുധിഷ്ഠിര ഭീമാർജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ്, അല്ലെ? ആ ജന്മരഹസ്യമാണ് പറയുന്നത്. നീ ആരാണ്? പാണ്ഡവ പക്ഷത്തുള്ള ആളാണ് നീ. യുധിഷ്ഠിരന്റെയും അർജുനന്റെയും ഭീമന്റെയും നകുലന്റെയും സഹദേവന്റെ ഒക്കെ ജ്യേഷ്ഠനാണ് നീ. കുന്തിയുടെ മകനാണ്, അല്ലെ? നീ ആരല്ല? സൂതപുത്രനല്ല, രാധേയനല്ല എന്ന് പറയാണ്. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സാരഥിയായ ധാരുകൻ സ്തബ്ധനായി, അല്ലെ? സാരഥി തേര് നയിക്കുന്ന ആളെന്ത് ചെയ്തു? ഞെട്ടി തരിച്ചു നിന്ന് പോയി. എന്നിട്ടോ അവൻ അറിയാതെ അവന്റെ കൈപ്പിടിയിലേക്ക് അടിഞ്ഞാണ് അയഞ്ഞു വീണു. അപ്പൊ ഈ എത്രയും വലിയ രഹസ്യമാണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു?
ഈ രഥത്തിന്റെ അല്ലെ കടിഞ്ഞാണം കഴിഞ്ഞു പോയി അല്ലെ. എന്ത് ചെയ്തു? അപ്പൊ രഥത്തിന്റെ ഇഴഞ്ഞ ഗതി പോലും നിലച്ചു. ചലനം പൊടുന്നനെ നിലച്ച ചക്രങ്ങളുടെ ആക്രന്ദനത്തോടെ രഥം തികച്ചും നിശ്ചലമായി. അപ്പൊ ആ കുതിരകൾ പെട്ടെന്ന് നിന്നു, ഇത് കടിഞ്ഞാൻ വിട്ടപ്പോ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? ആ സ്ഥലം മുഴുവൻ വിജനമായില്ലേ. അതായത് യാതൊരു ശബ്ദമില്ലാതെ നിശ്ചലമായി അല്ലെ. എന്നിട്ടോ ചമ്മട്ടി ഏന്തിയിരുന്ന കൈകളുമായി ദാരുകൻ തേർത്തടത്തിൽ പ്രതിമ പോലെ നിർജീവമായി വർത്തിച്ചു അല്ലെ. ദാരുകൻ എന്താണ്? ജീവനൊന്നും ഇല്ല അല്ലെ, നിർജീവമായി പോയി, ഇങ്ങനെ പ്രതിമ കണക്ക് നിന്ന് പോയി. അത്ര വലിയൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കൗരവരുടെ പക്ഷത്തുള്ള കർണൻ അല്ലെങ്കിൽ സൂതപുത്രനായി ജനിച്ച കർണൻ ആരുടെ മകനാണ്? കുന്തി ദേവിയുടെ മകനാണെന്നറിഞ്ഞ ആ റിയാലിറ്റി അല്ലെങ്കിൽ ആ സത്യം എല്ലാവരും അറിയുമ്പോൾ എന്താ സംഭവിക്കുക അല്ലെ? ഇതേ അവസ്ഥയിലായിരിക്കും എല്ലാവരും അല്ലെ. ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ലയിച്ചു. സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്രഭാവത്തിൽ കർണൻ പറഞ്ഞു. കൗന്ദയനായ കർണ അല്ലെ, കൃഷ്ണൻ പറഞ്ഞു അല്ലെ. വീണ്ടും എന്ത് ചെയ്യാണ്? കർണനോട് സംസാരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ പാഠഭാഗം പോകുന്നത്. അപ്പൊ ഇത്രയും ടീച്ചർ വായിച്ചത് നിങ്ങൾക്ക് ആ പാഠഭാഗം എന്താണെന്ന് മനസ്സിലാവാനാണ്. അപ്പൊ കൗരവരും പാണ്ഡവരും നടക്കുന്ന ഒരു യുദ്ധമായിരുന്നു യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അപ്പൊ കൃഷ്ണൻ ആരുടെ പക്ഷത്താണ്? പാണ്ഡവരുടെ പക്ഷത്താണ്. അപ്പൊ പാണ്ഡവരുടെ മൂത്ത സഹോദരൻ അല്ലെ, പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച മകനാണ് ആര്? കർണൻ എന്ന് കർണനെ ബോധ്യപ്പെടുന്ന ജന്മരഹസ്യം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ട മക്കളെ കമന്റ് ചെയ്യണേ, വേറെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഏതാണ് നിങ്ങൾക്ക് പാഠഭാഗം വേണ്ടത്? ഏതെങ്കിലും വിഷമമുള്ള പാഠഭാഗമുണ്ടോ? അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.